വീഡിയോകൾക്കും ചായക്കൂട്ടിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും ചോറിന് പറ്റുന്ന ഒരു കൂട്ടാൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങളടുത്ത് വന്നിരിക്കുന്നത്. എന്നും നമ്മൾ ഒരേ ജാതി കൂട്ടാനുകൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നും ഊണിന് ഉച്ചയ്ക്ക്. അപ്പോൾ പുതിയ പുതിയ കൂട്ടാനുകൾ നമ്മൾ പരീക്ഷിച്ച് നോക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഊണ് കഴിക്കാനൊരു ഉഷാറുണ്ടാവും, ഉണ്ടാക്കുന്നവർക്ക് ഒരു രസം ഉണ്ടാവും. എന്നും ഒരേപോലെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മടുപ്പാണ്. അപ്പോൾ മാറി മാറി എല്ലാവരും കൂട്ടാനുകൾ പരീക്ഷിച്ച് നോക്കണം. അതുകൊണ്ട് ഞാൻ ഊണിൻ്റെ ഒരുപാട് കൂട്ടാനുകൾ, പച്ചക്കറി വിഭവങ്ങളാണ് ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ അതിൽ ഊണിൻ്റെ കൂട്ടാനുകൾ തന്നെ ഞാൻ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങളായിട്ട്. പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു രസകാളനാണ്. അത് പാലക്കാട് ഭാഗത്താണ് അത് ഫേമസ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ശരിക്കും അറിയില്ല. പാലക്കാട് രസകാളൻ എന്നാണ് പറയുക. പിന്നെ അമ്പലങ്ങളിലും കിട്ടും രസകാളൻ. ഗുരുവായൂരത്തെ രസകാളനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോണത്. അറിയണവർ ക്ഷമിക്കുക, അറിയാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ രസകാളൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. കാണിച്ചു തരാം. ഞാൻ ഇളവൻ മാത്രം ഇട്ടിട്ടാണ് രസകാളൻ ഉണ്ടാക്കുന്നത്. ഇളവനും മത്തനും ഇടാം, ഇളവനും മുരിങ്ങക്കായ ഇടാം, വെള്ളരിക്ക വേണേൽ അങ്ങനെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങൾ ഏത് വേണം. ഇപ്പോൾ ഇത് മൂന്നും കൂടി ഇട്ടാലും കുഴപ്പമില്ല. ഇതിൽ ഓരോ ഇളവനോ വെള്ളരിക്കയോ മത്തനോ മാത്രം ഇട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഓരോരുത്തരും ഓരോ തരത്തിലാണ് കേട്ടോ രസകാളൻ ഉണ്ടാക്കണത്. പിന്നെ അതിനൊരു തേങ്ങ അരയ്ക്കണം. ഞാൻ ചുമന്ന മുളകാണ് നമ്മൾ രസകാളൻ അരയ്ക്കുക. അപ്പോൾ ഞാൻ മുളകല്ല അരയ്ക്കുന്നത്, മുളക് പൊടിയാണ്. തേങ്ങ, മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കരിവേപ്പില, പിന്നെ ഒരു ഗ്ലാസ് ഞാൻ മോര്, നല്ല കൊഴുത്ത മോര് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പുളി അനുസരിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് ശർക്കര വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണയും വറുത്തിടാനുള്ള സാധനങ്ങളും. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇളവൻ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ നമുക്ക് അവസാനം പാകമാക്കാമല്ലോ. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഈ കഷ്ണം വേകുമ്പോഴേക്കും നമുക്ക് തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. ഇത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. നമുക്ക് കഷ്ണം വേകുമ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇളവനൊക്കെ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഇതൊരു 5-10 മിനിറ്റ് കൊണ്ട് നല്ല വേവായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇളവനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ മുളകിൻ്റെ ഒരു പച്ചമണം പോയാൽ മതി. 1 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കണ ശർക്കരയും കൂടെ അതിൽ ഇട്ട് കൊടുക്കാം. ശർക്കര ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചാര വേണേൽ പഞ്ചാര ഇടാം കേട്ടോ. ഇനി മധുരം ഇല്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. മധുരം വേണ്ടാത്തവർക്ക് മധുരം ഇടുകയും വേണ്ട. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു രീതി. അതുകൊണ്ട് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ. ഇനി മോര് ചേർക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ വെള്ളം അധികം ഒഴിക്കേണ്ട. ഒന്ന് തള വരട്ടെ. ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. പുളി കുറച്ച് വേണമായിരുന്നു. പുളി കുറച്ച് നമുക്ക് മുമ്പോട്ട് നിൽക്കുന്നൊരു കൂട്ടാനാണ്.
അപ്പോൾ മോരിൻ്റെ പുളിയും പോരാ, അപ്പോൾ കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുക. അത് ഞാൻ ആദ്യം കാണിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ് പോരായുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മോര് ചേർക്കുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്, നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി തള ഒന്ന് നിന്നതിൻ്റെ ശേഷം നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും. ഇനി ചൂടൊന്ന് താഴട്ടെ. അപ്പോൾ തളയൊന്ന് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളം കൂടി ആക്കാം. നല്ല കൊഴുത്ത മോരാട്ടോ. ഇനി കടുകും ഉലുവയൊക്കെ ആയിട്ട് നല്ലൊരു വറവും കൂടി ഇടണം. ഞാൻ കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വറവിട്ട് കൊടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കടുകും 2 മണി ഉലുവയും പിന്നെ നമ്മുടെ വറ്റൽമുളകും കൂടി വറുത്തിടണം. നമ്മുടെ രസകാളം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. പാലക്കാട് രസകാളൻ ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? പേര് കേൾക്കുമ്പോൾ നമ്മളിത് എന്തോ സാധനമാണെന്ന് വിചാരിക്കും, പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല ഈസിയാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റുമാണ് ഊണ് കഴിക്കാൻ. എന്തെങ്കിലും ഒരു മെഴുകുവരട്ടിയും കൂടി ഉണ്ടെങ്കിൽ സുഭിക്ഷമായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണ വരെ ബൈ.